പണ്ട് അപ്പോൾ അത് ക്ലോസിങ് കമൻ്റ് ആണ് കേട്ടോ എൻ്റെ. ഞാനാണ് ഇത്ര ഇതിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി. പണ്ട് ക്രിസ്തു ഒരു കഥ പറഞ്ഞു. നമ്മൾ തന്നെ ജൂബിലിയൊക്കെ ആയില്ല, അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയാതെ പോകാൻ പറ്റില്ല. ക്രിസ്തു ഒരു കഥ പറഞ്ഞു. അപ്പോൾ ജൂബിലിയുടെ ക്രിസ്തുവിൻ്റെ കഥയിൽ ക്രിസ്തു പറയുന്നത്, ഒരിക്കൽ ഒരു മനുഷ്യൻ ജൂബിലിയുടെ 5-ാം ഗേറ്റിൽ നിന്ന് തോപ്പിൻ്റെ പിൻവശം വഴി നടന്നു പോവുകയായിരുന്നു. അവിടെ വെച്ച് അയാൾ ആക്രമിക്കപ്പെടുന്നു, അയാൾ വഴിയിൽ കിടക്കുന്നു. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ നടന്നു പോയെന്നാണ് ക്രിസ്തു പറയുന്നത്. നടന്നു പോകുമ്പോൾ ഈ ചോര വാർന്നു കിടക്കുന്നവനെ കണ്ട് തിരിഞ്ഞു നോക്കിയില്ല അത്രേ. കാരണം ഈ അച്ഛൻ്റെ സമയം തെറ്റിയിരിക്കാൻ, കുർബാനയ്ക്കുള്ള സമയമായിരുന്നു. അതിന് പുറകെ ഒരു ഡോക്ടർ കാർ ഓടിച്ചു പോകുമ്പോഴും ഈ ചോര കണ്ടു. പക്ഷെ ഡോക്ടർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം പഞ്ച് ചെയ്യേണ്ട നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂബിലിയിൽ സ്ഥിരം ട്രീറ്റ്മെൻറ്റ് ലാപ്സ് ചെയ്യുന്ന ഒരു ലിവർ സിറോസിസ് പേഷ്യൻ്റ് ഉണ്ട്, വേലായുധൻ. വേലായുധൻ ഇത് കണ്ടിട്ട് വേലായുധനെ പോലെ മറ്റൊരുത്തൻ കിടക്കുന്നത് കണ്ടു. സാധാരണ വേലായുധനെയാണ് എല്ലാവരും എടുത്തുകൊണ്ട് പോവാറ്. ഇത് വേലായുധൻ കണ്ടു കഴിഞ്ഞപ്പോൾ വേലായുധന് തോന്നി, ഞാനെന്ന് ഇവനെടുത്ത് ആദ്യമായിട്ടാണ് ജീവിതത്തിലെ ആള് മറ്റൊരാളെ ചുമക്കുന്നത്. സാധാരണ വേലായുധനെയാണ് എല്ലാവരും ചുമക്കാറ്. അങ്ങനെ വേലായുധൻ ഈ മനുഷ്യനെ എടുത്തു, കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, വേലായുധനാണ് നല്ല സമരിയക്കാരൻ എന്നൊരു കഥ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പറയുമ്പോൾ കമ്പാഷനോട് ബന്ധമുണ്ടോ എന്നറിയില്ല, പക്ഷെ ഇമ്മാനുവൽ ലെവിനാസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. പുള്ളിയുടെ ഒരു തിയറിയാണ് ദ അതർ. മറ്റുള്ളവൻ്റെ മുഖം, മറ്റുള്ളവൻ്റെ മുഖത്തെക്കുറിച്ചാണ് ആൾ ഇങ്ങനെ വലിയ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുക. എൻഡ്രോനോസ്, മറ്റുള്ളവൻ്റെ മുഖമാണ് അത്രേ. ഒരു മനുഷ്യൻ്റെ കടപ്പാടിനെ കുറിച്ചൊക്കെയാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിനെക്കുറിച്ച് ആൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ജനലേക്കൂടെ ഒരു സ്ത്രീ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സ്ട്രീറ്റിലേക്ക്. അവിടെ ഒരു കത്തിക്കുത്ത് നടന്നു. ഈ സ്ത്രീ കത്തിക്കുത്ത് നടന്നവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നേക്കാൾ മുന്നേ ഈ സ്ത്രീ പെട്ടുപോയൊരവസ്ഥയുണ്ട്. ഈ കത്തിക്കുത്ത് പറഞ്ഞില്ലെങ്കിൽ മോറലി ഇംപ്ലിക്കേറ്റഡ് ആണ്, ക്രിമിനലാണ്. കാരണം എന്താണ്? അറിയിച്ചില്ല എന്നുള്ളത്. കത്തിക്കുത്ത് നടന്ന് ശരിയോ തെറ്റോ അത് വേറെ വശം. ഞാൻ കണ്ടുപോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ കണ്ടുപോയി. ദ ഫേസ് ഓഫ് ദ അതർ, എൻഡ്രൻ നോസ്. ഞാൻ അയാളെ കണ്ടുപോയി. ഈ ഞാൻ അയാളെ കണ്ടുപോയി, ദ അതർ, ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്നാണ് ഈ ലെവിനാസ് പറഞ്ഞു വെക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഞാൻ അയാളെ കണ്ടുപോയി, അതുകൊണ്ട് എനിക്ക് അയാളോടുള്ള മോറൽ ഒബ്ലിഗേഷൻ അത് ഇന്നോ നാളെയോ തീരുന്നതല്ല. ഇറ്റ് ഈസ് ലൈഫ് ടൈം. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഓൺ ദാറ്റ്, യു ആർ എ ക്രിമിനൽ ഓർ യു ആർ എറ്റ് റോങ്. ഇതാണ് ലെവിനാസ്. ഇത് പറഞ്ഞുകൊണ്ട് കമ്പാഷൻ്റെ ക്ലാസ്സിന് വന്ന എല്ലാവരെയും, നിങ്ങളൊക്കെ വലിയ കമ്പാഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊക്കെ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നത്. അതുപോലെ ഇന്ന് സെമിനാർ എടുക്കാനൊക്കെ വന്ന ഈ ടോപ്പിക്ക് ടഫാണ്, ഇറ്റ്സ് ടഫ്. പക്ഷെ അത് എടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ച സാറിൻ്റെ ശിങ്കടികൾക്കും, അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ശിങ്കടികൾക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ടോപ്പിക്ക് വെക്കാൻ സമ്മതിച്ച് ഞങ്ങളുടെ HOD അച്ഛന്മാർ സമ്മതിക്കും, പക്ഷെ HOD സമ്മതിക്കണമെന്നില്ല. കാരണം HODക്ക് ഇതൊന്നും ദഹിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹവും ഇത് സമ്മതിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം. പിന്നെ അതുപോലെ ഇതിനോട് വേണ്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, അതുപോലെ ശിവചേച്ചി വന്നു, സാറുമാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്തിനാണ് MBBS എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ദുരന്തമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ MBBS എടുത്തു എന്ന് അങ്ങനെ ഒരു കമ്പാഷനേറ്റ് ചിന്തയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കമ്പാഷനൊക്കെ തോന്നേണ്ടത് എല്ലാവരും പറയുന്നത്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു സ്ട്രോക്ക്, വിഷമങ്ങൾ, ദുരന്തങ്ങൾ, അങ്ങനെയല്ല. എൻ്റെ സഹമനുഷ്യനോടുള്ള ഒരു കമ്പാഷനും കൊണ്ട് ഞാൻ എടുത്ത ഒരു സബ്ജക്റ്റായിട്ട് MBBS മാറണം എന്ന് തോന്നുന്നതാണ്. എൻ്റെ ഒരു മനുഷ്യനോടുള്ള സഹതാപം അല്ലെങ്കിൽ കമ്പാഷൻ, അതായിരിക്കണം ഞാൻ MBBS എടുക്കാനുള്ള ചേതോവികാരം. എൻ്റെ ഒരു സുഹൃത്തോട് വെച്ചപ്പോൾ അവന് ലംബോർഗിനി എടുക്കാനായതുകൊണ്ടാണ് അവൻ MBBS എടുത്തതെന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അതിന് പകരം കമ്പാഷൻ, എനിക്ക് എൻ്റെ സഹോദരങ്ങളോടൊക്കെ മനുഷ്യരോടുള്ളൊരു സഹതാപം. സാറ് പറഞ്ഞു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും സാർ MBBS എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യനോട് ഇടപെടണതിൻ്റെ ആവശ്യം, ഇത്രയധികം ഇടപെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട്
ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരാൾക്ക് ഒരു നല്ല അഭിപ്രായമോ മോശം അഭിപ്രായമോ നമ്മുടെ ഇന്നത്തെ മൊത്തത്തിൽ പറയാൻ ഒരു അവസരം തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ച ജൂബിലി കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന് ഞാൻ വളരെയധികം നന്ദി പറയാണ്. ഇവിടെ നമ്മൾ രാവിലെ വന്നപ്പോൾ തുടങ്ങി രവി സാറൊക്കെ ചോദിച്ചു ദൈവം ഉണ്ടോ എന്നുള്ളത്. ഇവിടെ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എനിക്ക് അവസാനിച്ചപ്പോൾ മനസ്സിലായത് ദൈവം തന്നെയാണ് പലപ്പോഴും നമ്മളിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുഖമാണ് വാസ്തവത്തിൽ കമ്പാഷൻ. അപ്പം നമുക്കൊക്കെ പലപ്പോഴും ദൈവമായിട്ട് മാറാൻ ആ നേരത്തെ സാറോട് സൂചിപ്പിച്ച പോലെ ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത്, നമ്മൾ ബോയ്, ഗേൾ, മാൻ, പേഷ്യൻ്റ് എന്നൊക്കെ പറയുന്നത് വിട്ട് ഒരു ഹ്യൂമൻ ആയിട്ട് മാറുമ്പോൾ ആ ഹ്യൂമൻ്റെ ഏറ്റവും വലിയൊരു വാല്യൂ ആണ് കമ്പാഷൻ. നമ്മൾ ഡോക്ടേഴ്സ്, നമുക്കറിയാം പലപ്പോഴും ഡോക്ടേഴ്സിന് സമൂഹം തന്നെ കരുതുന്നത് ദൈവങ്ങളായിട്ടാണ്. ഞാനൊരു അധ്യാപകനാണ്. ഒരു അധ്യാപകനും ഒരുപാട് അവസരങ്ങളിൽ ദൈവത്തിൻ്റെ പോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെപ്പോലുള്ള സോഷ്യൽ വർക്കേഴ്സ്, പാലിയേറ്റീവ് കെയർ, അതുപോലെ പല കാര്യങ്ങളിലും ഇവിടെ ഷീബ മാഡം ഇവിടെ വളരെ ഭംഗിയായിട്ട് കമ്പാഷൻ എന്താണെന്ന് അവതരിപ്പിച്ചു. വളരെയധികം നന്ദി പറയാണ്. ഇങ്ങനെ നമുക്കറിയാം നമ്മൾ പല അക്കാഡമിക് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സെമിനാറുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ നമുക്ക് വേണ്ടൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി. നമുക്കറിയാം നമ്മുടെ സമൂഹം ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പത്രങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കാരണം നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ആ മാറ്റങ്ങൾക്കൊരു തുടക്കമാകട്ടെ ജൂബിലിയിൽ നടത്തിയ സെമിനാർ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ എത്തിയ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്.